നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. നമ്മൾ ഇന്നത്തെ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാൻ അമേരിക്ക വിഷയം തന്നെയാണ്. അതായത് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു യുദ്ധസന്നാഹം അല്ലെങ്കിൽ ഈ പോർവിളികൾ ഒരിക്കലും അമേരിക്കയും ഇറാനും മാത്രമായി നിങ്ങൾ കണക്കാക്കരുത്. ഇതൊരു ആക്സസ് ആണ്. അമേരിക്കയല്ല, ഇറാനും ചൈനയും റഷ്യയും കൂടി ഒരു ആക്സസും അതോടൊപ്പം തന്നെ അതിന് പ്രോക്സിഡായിട്ട് സാറ്റലൈറ്റഡായിട്ട് വെനസുല, പിന്നെ അതോടൊപ്പം തന്നെ ക്യൂബ, നോർത്ത് കൊറിയ, ഒരുപാട് രാജ്യം. ഇതൊരു ഭ്രമണ പദമാണ് ആക്ച്വലി. ഇപ്പോൾ ട്രംപ് എന്തുകൊണ്ടാണ് ഇറാനിൽ ഭരണപരിവർത്തനം? ഇപ്പോൾ ഓൾറെഡി വെനസുലയിൽ മഡൂറോനെ പിടിച്ചുകൊണ്ട് വന്നു. പിന്നെ ക്യൂബയിൽ ഓൾറെഡി ഭരണപരിവർത്തനത്തിൻ്റെ ഏകദേശം എത്തിയിരിക്കുകയാണ്. അവിടെ ക്യൂബയിലെ ചോക്കിംഗ് പോയിന്റിലേക്കാണ്. അതായത് അവിടെ വെള്ളമില്ല, വൈദ്യുതി ഇല്ല, എണ്ണയില്ല. കാരണം അവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തിനാണ് ക്യൂബയെ പിടിക്കുന്നത്? എന്തുകൊണ്ട് മഡൂറോയെ പിടിച്ചിരിക്കുന്നു? എന്തുകൊണ്ടാണ് ഇറാനിൽ ആവശ്യപ്പെടുന്നത്? ഇതിലൊരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇതിലൊന്നും ശരിക്കും പറഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡറെ അല്ല കംപ്ലീറ്റ്ലി. എന്താണ് അമേരിക്കയുടെ ആവശ്യമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് 6 മാസം 7 മാസങ്ങൾക്ക് അപ്പുറം അധികാരത്തിൽ കയറിയിട്ട് ട്രംപിൻ്റെ ഈ പറയുന്ന പട എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്? 3ഓളം രാജ്യങ്ങളിലാണ് ഭരണപരിവർത്തനം അവർ ആവശ്യപ്പെടുന്നു, നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ചൈനയിൽ പോലും നമ്മൾ കാണുന്നുണ്ട്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായ വാർത്തകൾ പുറത്തു വരുന്നു. അവരുടെ സൈനിക മേധാവി അറസ്റ്റിലായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനെപ്പറ്റി. അതൊന്നും നമുക്ക് കൺഫേം ന്യൂസ് അല്ല, എന്നാൽ പോലും ഇതൊരു ആക്സസ് ആണ്. അമേരിക്കയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. അതായത് ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള അമേരിക്കയുടെ നീക്കമാണ്. അതായത് ഫോർ ഫ്രണ്ട് വാർ. അതായത് ഷീ ജിൻപിങ്ങിൻ്റെ ഉപദേഷ്ടാവായിരുന്നുള്ള ചിങ് കെങ് റോങ് എന്ന വ്യക്തിയുടെ യുദ്ധ പദ്ധതി വളരെ സിമ്പിളാണ്. അതായത് തായ്വാനെ പിടിക്കണമെങ്കിൽ അമേരിക്ക 4 ഫ്രണ്ട് വാറിൽ ഒതുക്കി നിർത്തുക. അതായത് ഒന്ന് റഷ്യയുമായിട്ടുള്ള യുദ്ധം, രണ്ടാമെന്ന് പറയുന്നത് ഇറാനും പ്രോക്സിയുമായിട്ടുള്ള യുദ്ധം, മൂന്നാമത്തത് അമേരിക്കയുടെ ഈ പറയുന്ന കോണ്ടിനെന്റിൽ ഏതെങ്കിലും ബ്രസീലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പെറുവുമായി ബന്ധപ്പെട്ടോ വെനസുലുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും രാജ്യവുമായി ബന്ധപ്പെട്ടോ അവിടെ ഒരു യുദ്ധം ഉണ്ടാക്കുക. അങ്ങനെ ഒരു 3 ഫ്രണ്ട് വാർ, 4 ഫ്രണ്ട് വാറിൽ അമേരിക്ക കുരുക്കിയാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഷീ ജിൻപിങ്ങിന് വളരെ വ്യക്തമായ ധാരണ കിട്ടിയിരിക്കുകയാണ്. അതായത് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ആയുധ സംഭരണ ശേഷി വെച്ച് പറയുകയാണെങ്കിൽ 2 ഫ്രണ്ട് വാർ, ഒരേ സമയത്ത് 2ഓളം യുദ്ധങ്ങൾ അമേരിക്കയ്ക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ 3ഓ 4ഓ അസാധ്യമായ അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഈ ചൈനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതൊന്നു മാത്രമേ ഉള്ളൂ. വെനസുലയിൽ മഡൂറോയ്ക്ക് ട്രംപ് ഒരുപാട് അവസരങ്ങൾ കൊടുത്തതാണ്. അതായത് ഈ അവസരം മുമ്പ് ഒരാൾ വിനിയോഗിച്ചു. ആരാന്നറിയാവൂ? അസാദ്. അതായത് സിറിയയുടെ പ്രസിഡൻ്റായിരുന്ന അസാദിന് ഈ ഒരു അവസരം മുന്നോട്ട് വെച്ചു ട്രംപ്. അസാദിനോട് പറഞ്ഞു, ഒരു വിമാനത്തിൽ ഉൾക്കൊള്ളാവുന്ന പേലോഡ് എന്ന് പറയുന്ന വിമാനത്തിൽ ഉൾക്കൊള്ളാവുന്ന കനത്തിനാണ് പറയുന്നത്, അവരുടെ വെയിറ്റിനാണ് പേലോഡ് എന്ന് പറയുന്നത്. ഒരു ചെറിയ വിമാനത്തിൽ എന്തൊക്കെ ഉൾക്കൊള്ളാമോ ഒക്കെ പറക്കി എടുത്തുകൊണ്ട് വൈകുന്നേരം 5 മണിക്കുള്ളിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ അസാദ് പറഞ്ഞു പോക്കോളാം. അത് കുറേ സ്വർണ്ണക്കട്ടികളും പണവും ഒക്കെ ആയി പോയി സുഖമായി ജീവിക്കുന്നു. മഡൂറോയ്ക്കും ഇതേ വാക്കുകൾ ട്രംപ് കൊടുത്തതാണ്. അതായത് അവിടെ 5-10 ദിവസമല്ല, ഒരു മാസത്തോളം ജെറാഡ് ഫോർഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ കടന്നിരുന്ന അവിടെയായിരുന്നു ഇതേ ഓഫർ മുന്നോട്ട് വെച്ചതാണ്. അതായത് ഒരു വിമാനം, ചെറിയ വിമാനം തരും, അതിലെടുക്കാവുന്നൊക്കെ വാരി പൂട്ടിയെടുക്കുക. ഒരു പക്ഷേ ചൈനയിലോ അല്ലെങ്കിൽ റഷ്യയിലോ ഏതെങ്കിലുമൊക്കെ ദ്വീപിൽ പോയി ഇവൻ പറയുന്നത് ടർക്കിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ടർക്കിയിലെ മറ്റേ എഡ്രോഗും പറഞ്ഞു, നീ ഇവിടെ വരികയാണെങ്കിൽ നിന്റെ വിമാനത്തിലെ സ്വർണത്തിൻ്റെ പകുതി എനിക്ക് തരിക, പകുതി കൊണ്ട് അവിടെ ഏതെങ്കിലും താമസിക്കുക. പക്ഷെ അദ്ദേഹം വിചാരിച്ചിരുന്നു ചൈന എന്ന് പറയുന്ന ഒറ്റ സുഹൃത്ത് എന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ തൂക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ ചൈനീസ് പ്രതിനിധികൾ, ചൈനീസ് ഡിപ്ലോമറ്റ്സ് പോലും ഉണ്ടായിരുന്നു, അവർ നോക്കി നിന്നു എന്ന് പറയുന്നത്. അതായത് ഇത് അമേരിക്ക ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു 4 ഫ്രണ്ട് വാർ. ഈ ഒരു കോർണറിൽ നിന്ന് ആദ്യം അവർ പനാമ കനാല് പിടിച്ചു, മഡൂറോനെ പൊക്കി. ഇതേ ക്യൂബയുടെ പരിപാടി പറഞ്ഞാൽ, ക്യൂബ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് തകർന്നരിപ്പണമായി കഴിഞ്ഞു. അവർക്ക് ആകെ ഉള്ള പണി ചാരപ്പണിയാണ്. അതായത് പല രാജ്യങ്ങളിലേക്കും ഫിഡൽ കാസ്ട്രോൻ്റെയും ഹ്യൂഗോ ഷാവേഴ്സിനും ആ കാലഘട്ടത്തിൽ നല്ലൊരു ശൃംഖല ഉണ്ടായിരുന്നു. അവർക്ക് ചാരപ്പണി ഗംഭീരമായി ചെയ്യും. ആ ഒരു ചാരപ്പണി വെച്ച് റഷ്യയ്ക്കും ചൈനയ്ക്കും ഇറാനൊക്കെ ചാരപ്പണി ചെയ്യുക, പണം ഉണ്ടാക്കുക. അമേരിക്കയുടെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ മെക്സിക്കോയിൽ ടിഗ്വാനിലുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഏത് സമയവും 12 ലക്ഷം മില്യൺ ആളുകളാണ് 2021 മുതൽ 24 വരെ അമേരിക്കയുടെ അകത്ത് അനിയന്ത്രിതമായി കടന്നു കയറിയിരിക്കുന്നത്. 12 മില്യൺ.
ആളുകൾ. ഈ ആ ലക്ഷ്യമൊത്ര മാത്രമേ ഉള്ളൂ അമേരിക്കയെ ഒരു പാകിസ്ഥാനാക്കി മാറ്റുക. നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന സ്കാംസ് കാലിഫോർണിയയിലും മിനസോട്ടയിലും നടക്കുന്ന സ്കാംസിന് നമുക്കെല്ലാം അറിയാം. $98 ബില്യൺ സ്കാംസാണ് ഇവിടെ നടക്കുന്നത്. മിനസോട്ടയിൽ അവിടെ 250 ബില്യൻ്റെ സ്കാംസാണ് കാലിഫോർണിയ രാജ്യങ്ങൾ. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇതൊരു അമേരിക്ക ഇറാൻ യുദ്ധമോ അല്ലെങ്കിൽ ഒന്നും മാത്രമല്ല, ഇതൊരു ആക്സസ് ആണ്, ഇതൊരു പരിവർത്തനമാണ് പല രാജ്യങ്ങളിലും. അമേരിക്കയുടെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. ഞാൻ പറയുന്നു, ഖമേനിക്കും കൂട്ടർക്കും അമേരിക്ക ഇത് സെയിം ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഒരു വിമാനത്തിൽ ഉൾക്കൊള്ളാവുന്ന സാധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുറത്തു പോവുക. അവർ ചെയ്തിരിക്കും. ദിസ് വാട്ട് വെരി മച്ച്. ഞാൻ വീണ്ടും വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയുകയാണ്. ജെറാർഡ് ഫോർഡും പിന്നെ റൂസ്വെൽറ്റും അവിടെ വന്നിരിക്കുന്നത് വെറുതെ അല്ല. ചോക്കിങ്, അതായത് ചോക്ക് ചെയ്യുക. ഒരു ദേശത്തെ വെള്ളമില്ല, വൈദ്യുതി ഇല്ല, എണ്ണയില്ല, ഹൗസിലേക്ക് സാമ്പത്തികമായി ഞെരുക്കുക. ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അതിനെപ്പറ്റി ഞാൻ പറയുന്ന ആളല്ല. അതൊക്കെ അവരുടെ ഓരോ രാജ്യങ്ങളുടെ രീതിയാണ്. പക്ഷേ ഇതാണ് സായിപ്പിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാണ്, അപ്പോൾ എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് നെത്തന്യാഹു വന്നിരിക്കുന്നത്? എവിടേക്ക് വന്നിരിക്കുന്നത്? നെത്തന്യാഹു കഴിഞ്ഞ ദിവസമാണ് വൈറ്റ് ഹൗസിൽ വന്നു. നെത്തന്യാഹുവിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ട്രംപ് എന്തിനു വിളിച്ചു വരുത്തിയിരിക്കുകയാണ്? അതായത് ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക. ഇറാൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ഇറാൻ പറഞ്ഞിരിക്കുന്നത് ബലിസ്റ്റിക് മിസൈലുകൾ ശേഖരണം അവർ ഇല്ലാതാക്കാമെന്ന് പറയുന്നുണ്ട്, അണുവായുധം ഇല്ലാതാക്കാമെന്ന് പറയുന്നുണ്ട്. അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുമോ എന്ന് അമേരിക്ക ചോദിക്കാൻ, അതായത് നെത്തന്യാഹുവിൻ്റെ സമ്മതം ഉണ്ടോ എന്നറിയാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരുന്നു. കാരണം സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്നത് വളരെ കുതന്ത്രശാലിയായിട്ടുള്ള ഒരു ജൂതനാണ്, വളരെ വളരെ മിടുക്കനാണ്. കാരണം വളരെ വ്യക്തമാക്കി പറയുകയാണ്, അമേരിക്കയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാമോ? IAS എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ IAS പോലത്തെ ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന. ഈ പറഞ്ഞ വ്യവസായ സെക്രട്ടറി, സാംസ്കാരിക സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, ഇവരാണ് ട്രേഡ് ഡീൽസ് എന്ന് പറയുന്നത്. അവരെന്ന് പറഞ്ഞാൽ ഉന്നത ഏരിയയിൽ അവിടെ വന്നിരുന്നു. അവർക്കൊന്നും പണിയെടുക്കാൻ യാതൊരു താല്പര്യവുമില്ല. കാരണം അവരുടെ ജോലി എന്ന് പറയുന്നത് സ്ഥിര ജോലിയാണ്. 10 വർഷം, 20 വർഷം, 50 വർഷം കൺഫേം IAS കിട്ടി ഇനി അവിടെ ഇരിക്കാം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അന്നന്ന പാർട്ടികൾക്ക് അനുബന്ധിച്ച് അവരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. സർക്കാരുകൾ പുറത്തു പോകും, അവരുടെ ജോലി പോകും. അതുകൊണ്ട് തന്നെ 4 വർഷം മെച്ചമായി ചെയ്യാൻ ശ്രമിക്കുക. ഈ സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമാറ്റ് ഒന്നുമല്ല, ട്രംപിൻ്റെ സുഹൃത്താണ്. അവർ വളരെ വ്യക്തമായ പ്ലാനിങ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ ആക്സസ്, ഇറാൻ, റഷ്യ, ചൈന എന്നുള്ള ആക്സസ് പൂട്ടാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ട് മഡൂറോവിനെ പൊക്കിയിരുന്നത്. മഡൂറോ ഗയാന എന്ന് പറയുന്ന അവിടെയുള്ള ഒരു കൊച്ചു രാജ്യം, ആ രാജ്യത്ത് ഇതുവരെ കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ എണ്ണ റിസർവാണ് കണ്ടുപിടിച്ചിരുന്നത് ഗയാനയെ ആക്രമിക്കാൻ, അതായത് ഗയാനയെ പിടിച്ചെടുക്കാൻ മഡൂറോ ആ ഒരു സമയത്ത് ആവശ്യപ്പെട്ടു. അതായത് മഡൂറോ ചരിത്രം ഇത് കേട്ടു നോക്കുക വ്യക്തമായിട്ട്, ചരിത്രപരമായിട്ടുള്ള അവകാശം ഉന്നയിച്ചു, അന്താരാഷ്ട്ര കോടതിയിൽ വെല്ലുവിളിച്ചു, കോടതി അവകാശം തള്ളി, എന്നാൽ മുന്നോട്ട് പോകുമെന്നും പറഞ്ഞു. വെനിസ്ലോവൻ സൈന്യം അതിർത്തിയിലേക്ക് പോയി. നാവികസേന അമേരിക്കൻ ഷെവറോനാണ് ഈ പറയുന്നത് ഗയാനയിൽ. അവിടെ ഗയാനയ്ക്ക് വലിയ സൈന്യമൊന്നുമില്ല. ഗയാനെ പിടിച്ചടക്കാനുള്ള ചൈനയുടെയും വെനിസ്ലോവൻ്റെയും ക്യൂബയുടെയും ഒരു നീക്കം, അതുവഴി അവിടെ ഒരു പ്രശ്നമുണ്ടാകുക. ആ പ്രശ്നമുണ്ടാകുമ്പോൾ റഷ്യ വന്നേനെ, അങ്ങനെ ഒരു സംഭവം വന്നേനെ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുക. അതായത് അമേരിക്കൻ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു 3ാം ലോക മഹായുദ്ധം ഒഴിവാക്കാനായിരുന്നു ആ ഒരു നീക്കം. കാരണം ഇവൻ ലുലയും മോശക്കാരനായിരുന്നല്ല. കാരണം ബ്രസീലിയൻ പ്രസിഡന്റ് ലുല എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ത്യയിലേക്ക് വിളിച്ചു. ഇന്ത്യ തന്ത്രപൂർവ്വം നമ്മുടെ പ്രധാനമന്ത്രി മോഡി എന്ന് പറയുന്ന മിടുക്കനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം മൈസായി പിന്മാറിയതിന്ന്. കാരണം ഈ ചൈനയുടെ കുതന്ത്ര ബുദ്ധിയെ പറ്റി അദ്ദേഹം ഒരു ബ്രഹ്മചാരിയാണ്, മിടുക്കനാണ്, അദ്ദേഹം ദീർഘവീക്ഷണമുള്ള വ്യക്തിയാണ്. അപ്പം അദ്ദേഹം കണ്ടുപിടിച്ചുകൊണ്ട് പിന്മാറി. പക്ഷേ ലുല എന്ന് പറയുന്ന ബ്രസീലിൻ്റെ അവരുടെ പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ 4-5 പേരെ കൂട്ടി ഒരു ലാറ്റിൻ അമേരിക്കയിൽ പെറു കൂടി ഉണ്ട്. പെറുവിലൊക്കെ ഇടതുപക്ഷപര നേതാക്കന്മാരൊക്കെ ഉണ്ട് ഇതിലൊക്കെ അനുകൂലമായിട്ട്. അപ്പോൾ അതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് ഒരു 3ാം ലോക മഹായുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയാണ് മഡൂറോനെ പൊക്കിയതും. അതോടൊപ്പം തന്നെ ക്യൂബയെ ആക്രമിക്കുകയല്ല, ക്യൂബയെയും പൊക്കാനും പിന്നെ നമ്മുടെ അവിടുത്തെ ഇറാനിൽ ഇപ്പോൾ നടക്കുന്നതൊക്കെ ഇതിൻ്റെ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ്. ഇത് ശരിയാണോ, ഇതില്ലാതാകുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന യുദ്ധം ഒഴിവാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു ഭാഗം ഇതാണ് ഇതിൻ്റെ പുറകിലെ വ്യക്തമായിട്ടുള്ള കളികൾ.